തകിടം മറിഞ്ഞും തരികിട കളിച്ചും ശാസ്ത്രീയതകളൊക്കെ തള്ളിക്കളഞ്ഞ് സകല മതങ്ങളെ ന്യായീകരിച്ച് വെളുപ്പിച്ചെടുത്ത് പരിശുദ്ധിയുടെ പരിവേഷം സ്വീകരിച്ച് വലത് കൈപ്പത്തി മടക്കി കാണിച്ച് വലത് കൈപ്പത്തിയിൽ ഗാന്ധിജിയുടെ ചിത്രം കാണിച്ച് താനൊരു ഗാന്ധിയനാണെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി തിരുവല്ലയിൽ നിന്ന് ജയിക്കുമെന്നും MLA ആകുമെന്നും പ്രഖ്യാപിച്ച രാഹുൽ ഈശ്വരെ താനൊരു ഗാന്ധിയനാണെങ്കിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചും അവരെ മനുഷ്യരായി പരിഗണിച്ചും ഗാന്ധിയെപ്പോലെ തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ദാനം ചെയ്ത് തനിക്ക് ഗാന്ധിയെ പോലെ ഒരു MLA ആകാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, അങ്ങനെ രാഹുൽ ഈശ്വർ എന്ന വർഗീയ സൈദ്ധാന്തികൻ്റെ പൂച്ചപ്പുറത്ത് ചാടി അദ്ദേഹം ഒരു MLA ആകാനും മന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനും കേന്ദ്രമന്ത്രിയാകാനും പ്രധാനമന്ത്രിയാകാനും ഒക്കെയുള്ള സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഇത്രയും കാലം ഈ തരികിട കളിച്ച് വിജയിച്ചിങ്ങനെ പരിവേഷം സാംശീകരിച്ചെടുത്തത്. അതിന് അദ്ദേഹം ആദ്യമായി ഉപയോഗിച്ച മാർഗം നമ്മുടെ ഭരണഘടന, അതായത് പൗരാണിക കാലം മുതൽ തന്നെ നമ്മുടെ സ്ത്രീകളെ അടുക്കളയിലെ വെച്ച് വിളമ്പുകാരും പുരുഷൻ്റെ മുറ്റുവടിപ്പുകാരും, അടുക്കളപ്പണിയും മുറ്റുവടിപ്പും കൂടാതെ പുരുഷൻ്റെ കാമസമ്പൂർത്തിക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ഉപകരണമെന്ന നിലയിൽ സ്ത്രീകളെ പൗരാണിക കാലം മുതൽ ഇക്കാലം വരെയും സംരക്ഷിച്ച് കൊണ്ടുവന്നിരുന്ന ആ വ്യവസ്ഥിതി 1947 ശേഷം, അതായത് ഇന്ത്യ റിപ്പബ്ലിക്കായ ജനുവരി 26 മുതൽ ഭരണഘടന നിലവിൽ വന്ന കാലം മുതൽ സ്ത്രീകൾക്ക് തുല്യമായ സ്വാതന്ത്ര്യവും തുല്യമായ അവകാശവും പുരുഷന് തുല്യമായ എല്ലാ അവകാശങ്ങളും അംഗീകരിച്ച ഭരണഘടനയുടെ ആ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി 2018 ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി ശബരിമലയിൽ സ്ത്രീകൾക്കും പ്രവേശിക്കാമെന്നും ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി അട്ടിമറിച്ച് സ്ത്രീകളെ ആചാരത്തിൻ്റെ പേര് പറഞ്ഞ് സ്ത്രീകളെ അവിടെ നകറ്റി നിർത്തിയ ഈ സ്ത്രീവിരോധിയായ ഈ സ്ത്രീവിരോധത്തിൻ്റെ പേരിൽ നമ്മുടെ സ്ത്രീകൾ ഇന്നും ഏതാണ്ട് തുല്യത എന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല. അവരെ നമ്മളത് പഠിപ്പിച്ചിട്ടുമില്ല. അനുസരിപ്പിച്ചും അടിമത്വവും ശീലിപ്പിച്ച് വളർത്തിയെടുത്ത പെൺകുട്ടികളാരും ഇന്നത്തെ പെൺകുട്ടികൾ, നാളത്തെ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇന്നത്തെ സ്ത്രീകളാരും ഈ ആചാരങ്ങൾ ലംഘിക്കാൻ തയ്യാറാവാതെ ഈ രാഹുൽ ഈശ്വറിൻ്റെയൊക്കെ വേദപ്രസംഗം കേട്ട് അതിനെ അനുകൂലിച്ച് ഇക്കാലത്ത് അങ്ങനൊരു വിജയം നേടിയെടുക്കാൻ, അതായത് അശാസ്ത്രീയ ചിന്തയുടെയും അടിമത്തത്തിൻ്റെയും പേരിൽ അവർ വെച്ച് പുലർത്തുന്ന ആചാരത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തിന് ലഭിച്ച ഒരു ആനുകൂല്യം മുതലെടുത്ത് ഇദ്ദേഹം വളർന്ന് കവലപ്രസംഗങ്ങളിലൂടെ TV-യിലൂടെ ചാനൽ ചർച്ചകളിലൂടെ വളർന്ന് വർഗീയ സാഹിത്യം പ്രചരിപ്പിച്ച് ഇദ്ദേഹത്തിന് ശാസ്ത്രീയതയോ ചരിത്രമോ ഒന്നും പ്രശ്നമേ അല്ല. നമ്മൾ ഈ 16-ാം നൂറ്റാണ്ടിൽ ഗലീലിയോ എന്ന മനുഷ്യൻ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചതിന് ക്രിസ്തീയ സഭ അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞു. സോക്രട്ടീസിനെ അവർ വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞു. അതുപോലെ അതിനുശേഷം 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തോടുകൂടി ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം കണ്ടുപിടിച്ചപ്പോൾ ഡാർവിനെ കൊല്ലാനുള്ള ശക്തി അവർക്കില്ലാതായിപ്പോയി. അവർ തളർന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ അവരെ ലോകത്തെ സകല പുരോഗതികളെയും മറച്ചു പിടിച്ചുകൊണ്ട് രാഹുൽ ഈശ്വറിനെ പോലെ പരിവേഷം ചമച്ചു പിടിച്ചവരാണ്. നമുക്ക് സാമാന്യ ബോധമുള്ളവർക്കെല്ലാം തന്നെ അറിയാം, ഈ പ്രകൃതി ശക്തികളുടെ, അതായത് കാറ്റും ഇടിയും മഴയും അതുപോലുള്ള പ്രകൃതി ശക്തികളുടെ താണ്ഡവത്തെ നേരിടാൻ കഴിയാതെ ജീവൻ വെടിഞ്ഞു പോകുന്ന പൗരാണിക മനുഷ്യർ കൈകൂട്ടി ആരാധിച്ചു തുടങ്ങിയ ആ ആരാധനയിൽ നിന്നാണ് ദൈവങ്ങളും മതങ്ങളും രൂപം കൊള്ളുന്നത്. അതിന് വയലാർ രാമവർമ്മ പറഞ്ഞ്, മതങ്ങൾ മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നതോ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമോ ഒന്നും രാഹുൽ ഈശ്വറിനൊരു പ്രശ്നമേ അല്ല. അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഏത് വിധത്തിലും അദ്ദേഹത്തിന് വലിയ ഉയർന്ന സ്ഥാനങ്ങളിലെത്തണം. അതിനുവേണ്ടി ഈ പട്ടിണി പാവങ്ങളെ നിങ്ങൾ ജനങ്ങളൊന്ന് ചിന്തിക്കണം. ഇവിടെ ദാരിദ്ര്യവും അതുപോലെ തന്നെ ബലാത്സംഗവും പിടിച്ചുപറിയും തുടങ്ങിയ ഇത് നിലനിർത്തിയാണ് ദൈവത്തിൻ്റെ പേരിൽ ഇവരെല്ലാം ഇവിടെ വിലസിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പേര് പറയുന്ന എല്ലാ മനുഷ്യരും
കോടികൾ സമ്പാദിക്കുന്നു. അത് പ്രചരിപ്പിക്കുന്നവർ. ഈ വിശ്വസിക്കുന്നവരോ എന്നും പട്ടിണി കൊണ്ട് നമ്മുടെ രാജ്യത്തെ പട്ടിണി നിരക്കും മരണനിരക്കും കടം കയറി ആത്മഹത്യ ചെയ്യുന്നതുമടക്കം നിരക്കുകളെടുത്തു. എല്ലാവരും ദൈവവിശ്വാസികളാണ്. ജയിലിൽ കിടക്കുന്നവരോ സകല കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത് ദൈവവിശ്വാസികളാണ്. അതിനെ അവരെ പ്രേരിപ്പിച്ച് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വറിനെ പോലുള്ള രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളും മത നേതാക്കന്മാരുമൊക്കെ ഇവിടെ കോടീശ്വരന്മാരായി സുഖിച്ചു വാഴുന്നു. അങ്ങനെ രാഹുൽ ഈശ്വറിന് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെയാകാനുള്ള മഹത്തായ സ്വപ്നം വെച്ച് സൂക്ഷിക്കുന്നയാളാണെന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നമുക്ക് വായിച്ചെടുക്കാം. അത് മനസ്സിലാക്കാം. സ്വപ്നം കാണുന്നതിന് ഒരു ചിലവുമില്ല രാഹുൽ ഈശ്വറെ. പക്ഷേ താങ്കൾ ഈ പറയുന്നത് പോലെ താങ്കളൊരു വലിയ ഗാന്ധിയനൊക്കെ ആണെങ്കിൽ ഗാന്ധിജിയെ പോലെ ഒന്ന് പ്രവർത്തിച്ച് കാണിക്ക്. നിങ്ങൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്ക്. അതൊന്നും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നത് മാത്രമല്ല, എല്ലാ തുല്യ അവകാശങ്ങളും അവർക്ക് നൽകൂ. അവരെ ഉപേക്ഷിച്ച് ഇയാൾ പണ്ട് 1-2 വർഷം മുമ്പ് ഹണി റോസിനെതിരെ ഉറഞ്ഞു തുള്ളി വാളെടുത്ത് എവിടെയോ ഒരു മെൻസ് സംഘടനയൊക്കെ രൂപീകരിച്ച് വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്നും പറഞ്ഞൊരു കോപ്പനെയും വിളിച്ചു കൂട്ടി ഹണി റോസിന് എതിരെ പോയി. അവിടുന്ന് അവൻ്റെ പേര് ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി വാദിച്ച് സ്ത്രീകളെ മുഴുവൻ അങ്ങ് ആക്ഷേപിച്ച് നശിപ്പിച്ച് അവർ വസ്ത്രം ധരിക്കുന്ന പോലും ഇയാൾക്ക് ഇഷ്ടമല്ല. ആ തരത്തിലൊരു സ്ത്രീ വിരോധിയായി പണം സമ്പാദിച്ചു കൂട്ടി ഇദ്ദേഹം അങ്ങ് ആകാശത്തേക്ക് ഉയരുമ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ള ഇയാൾ പറയുന്ന ഗാന്ധിസം ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഇയാൾ ഗാന്ധിജിയെ പോലെ പെരുമാറണം. ഇയാൾ കതറ് ധരിച്ച് തൻ്റെ സമ്പത്ത് മുഴുവൻ ദാനം ചെയ്തുകൊണ്ട് വന്നാൽ ഞങ്ങൾ അംഗീകരിക്കാം. അതല്ലെങ്കിൽ തന്നെ അംഗീകരിക്കുന്ന കുറേ ദരിദ്രവാസികളുണ്ട്. അവരെ നിലനിർത്തി വേണമല്ലോ താൻ വലുതാകുന്നത്. അവരുടെ പണമാണെന്ന് താൻ പിടിച്ചു പറിക്കുന്നത്. അവർ ജീവിക്കുക. അതായത് മഹാത്മാഗാന്ധിജി പറഞ്ഞത്, നാം ജനിക്കുമ്പോൾ നമുക്കുള്ള സമ്പത്ത് ഇവിടെ പ്രകൃതി കരുതി വെച്ചിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും സുഭിക്ഷമായി ജീവിക്കാൻ ആവശ്യത്തിന് മാത്രം സമ്പത്തെടുക്കുകയും അതിനപ്പുറം എടുക്കാതിരിക്കുകയും ചെയ്യണമെന്ന ഗാന്ധിജിയുടെ നിർദ്ദേശം അംഗീകരിച്ച് അതനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഇയാളെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇയാളെ ജനവഞ്ചകനായ ഒരുത്തനായി മാത്രമേ ഞങ്ങൾ കാണുകയുള്ളൂ. അതുകൊണ്ട് ഇയാൾ ഗാന്ധിയനായി കാണിച്ചു തരാൻ തന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളി സ്വീകരിച്ച് ഗാന്ധിയനാകുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ വെല്ലുവിളി. ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.